ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. ഈശോ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കുറച്ച് അമ്മമാർ കുറച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഈശോയുടെ അടുത്തേക്ക് വന്നു. ഈശോയുടെ ആശീർവാദം കിട്ടാൻ വേണ്ടിയാണ്. ശിഷ്യന്മാർ വലിയ വലിയ ആളുകളായിക്കൊണ്ട് അവരെ തടഞ്ഞു. ഈശോ പറയുന്നുണ്ട് അവരെ തടയേണ്ട. എന്നിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 15-ാം തിരുവചനം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കണം. എന്താണ് ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ? നിഷ്കളങ്കതയോടുകൂടി, പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി. ഒരു കൊച്ചിൻ്റെ ജീവിതം പരിപൂർണ്ണ സമർപ്പണ. അതിനെ എങ്ങനെ വേണമെങ്കിൽ പറ്റിക്കാം. അതെല്ലാം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. അത് അതിൻ്റേതായ ചിന്താരീതികളിൽ തൂങ്ങിക്കിടക്കുന്നില്ല. അപ്പോൾ ഒരു ശിശുവിനെ പോലെ ആ ലാളിത്യത്തോടു കൂടി, ആ നിഷ്കളങ്കതയോടുകൂടി, ആ വിട്ടുകൊടുക്കലോട് കൂടി നീ സ്വർഗരാജ്യത്തിലേക്ക് നോക്കിയാലേ നിനക്കതിൽ പ്രവേശനം ഉണ്ടെന്ന്. മറുവാക്കി പറഞ്ഞാൽ, നിൻ്റെ ചിന്താരീതികളും നിൻ്റെ വാക്കുകളും നിൻ്റെ പ്രവൃത്തികളൊക്കെ ഒരു ശിശുവിനെ പോലെ ആയിരിക്കണം. സ്വർഗത്തിന് ഇണങ്ങുന്നതായിരിക്കണം. എന്നാൽ നിനക്ക് പാസ് ഉറപ്പാണ്. നീയാണ് ജീവിതത്തെ വിലയിരുത്തി കണ്ടെത്തേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയാണ്. ഒരു ശിശുവിൻ്റെ നൈർമല്യത്തോടുകൂടി സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിൽ നിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഈ വ്യക്തി സംരക്ഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധനയ്ക്കു യോഗ്യൻ നീ, ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ ചെങ്കടകൾ തകർത്തു. ഈശോ നിൻ നാമത്തിൽ രക്ഷ. ഈശോനാഥ അങ്ങേ